ഗേസ് എൻ്റെ കട്ടിൻ്റെ അടിയിൽ ഒരു കള്ളം കയറി നിൽക്കുവാണ്. ഞാൻ നേരെയാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ച് ശരിയാക്കി പുറത്തുനിന്നൊന്നുമല്ല, കസിനാണ്. അപ്പോൾ കട്ടിൽ അടിയിൽ വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് നിവർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആളെ വിളിച്ച് കട്ടിൻ്റെ അടിയിൽ കയറ്റി രാവിലെ എല്ലാ പേച്ച് വർക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അയ്യ കിടപ്പ് കണ്ടിട്ട് ചിരി സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ കട്ടിൽ നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കട്ടിൽ അതിനൊന്ന് കമ്പി വെച്ച് അതിന് നേരെയാക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് പുതിയ ബെഡ്ഷീറ്റൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. മഴ പെരുവാണ്. അപ്പോൾ ഞാൻ തറയിലിരിക്കുകയാണ്. പില്ലോ കവറൊക്കെ മാറ്റി നല്ല നീറ്റാക്കി ഇരിക്കുകയാണ്. ഇത് എൻ്റെ അടിയിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഞാനത് ഇന്നിവിടെ എന്താണെന്നറിയാം. ബ്രേക്ക്ഫാസ്റ്റ് അപ്പം, മുട്ടക്കറി. അതിന് വേണ്ടിയുള്ള ഉള്ളി ഇതാ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പം കള്ളപ്പമല്ല, സാധാരണ രീതിയിലുള്ള നല്ല മണമുള്ള തേങ്ങയുടെ മണമുള്ള അപ്പമാണ്. നീ അപ്പം ഒന്ന് പേര് കേട്ടും കൊണ്ട് ആരും തെറി വിളിക്കാൻ വേണ്ടി വരണം. ഓക്കെ, കിട്ടുന്ന അവസരങ്ങൾ അന്ന് എൻ്റെ സബ്സ്ക്രൈബർമാരും ഫാൻസുകാരും മുടക്കാറില്ല. ക്യാമറ എവിടെയെങ്കിലും ഒന്ന് വെക്കാനാണ് ശ്രമം. വെച്ചിനെ. അപ്പോൾ ഇന്ന് മോർണിംഗ് വാക്കാണ് ചെയ്തത്. ജിബ്രാറ്റീസ് ഒന്നുമില്ല. അപ്പം ഉള്ളി ഇങ്ങനെ വഴറ്റി വഴറ്റി പഴയ നമ്മുടെ തട്ടുകടയിലെ മധുരമുള്ള മുട്ടക്കറിയില്ലേ, അതിലേക്ക് പോകാനാണ് ഞാൻ എൻ്റെ പരിപാടി. അപ്പോൾ അതിനു വേണ്ടി ഒരാളെ കിണ്ടാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. ചിരിച്ചെൻ്റെ മനസ്സിലെ മലരിട്ട വസതിക്ക് മഴവിലും വെള്ളം തരാം. തടി പറഞ്ഞ കേസ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇനി ഉച്ചത്തേക്ക് ലഞ്ച് ഉണ്ടാക്കണം. ലഞ്ച് ചോറ് എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണം. എനിക്കല്ല, ഗസ്റ്റ് ഉണ്ട്, ഗസ്റ്റിനും കൂടെ കൊടുക്കാനാണ്. ഗസ്റ്റിന് അല്ലെങ്കിൽ മീൻ എന്തെങ്കിലും കൂടെ വാങ്ങിക്കുക. എന്തെങ്കിലും മത്തി വാങ്ങിച്ചു കേട്ടോ. എന്നാ വിലയാ ഒരു മത്തി? എറണാകുളത്ത് 10 രൂപയാണ്. അറിയോ, ഒരു മത്തിക്ക് 10 രൂപ. ചിലപ്പോൾ 12, 13 ഒക്കെ ആവുന്നുണ്ട്. ട്രിവാൻഡ്രത്താണെങ്കിൽ വെറുതെ ട്രിവാൻഡ്രത്ത് 50 രൂപ കൊടുത്താൽ ഒരു ലോഡ് മത്തി തരും. അപ്പോൾ മുട്ടക്കറി വെക്കുന്നതിൻ്റെ സെറ്റപ്പാണ്. ഇങ്ങനെ ഉള്ളി വഴഞ്ഞ് വരുന്നുണ്ട്. ഇച്ചിരി വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. 3 ഉള്ളി എടുത്ത് നമ്മൾ കുഞ്ഞു അരിഞ്ഞ് അതിനെ വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് മുട്ടക്കറി പലതരം വെക്കാം കേട്ടോ. തക്കാളി ഇട്ട് മുട്ടക്കറി വെക്കാം, വെറും സവാള ഇട്ട് മുട്ടക്കറി വെക്കാം, പിന്നെ തേങ്ങ അരച്ച് മുട്ടക്കറി വെക്കാം, വെള്ള തേങ്ങ അരച്ച് മുട്ടക്കറി വെക്കാം, ചുവന്ന തേങ്ങ അരച്ച് വെക്കാം. മഴ ഇവിടെ ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ ഗൈസ്. മഴ അത്ര വലുതായിട്ടൊന്നും മഴയില്ല. നല്ല വഴണ്ട് വരികയാണ്, നല്ല വഴറ്റിയെടുക്കുകയാണ്. ആ തട്ടുകടയിൽ ആ മധുരമുള്ള മുട്ടക്കറി തിന്നാനൊരു മോഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സുന്ദരിക്കുട്ടിക്ക് ആക്കുകയാണ് ആ ഉള്ളീനെ ഞാൻ. അപ്പോൾ ഇതാണ് എൻ്റെ മസാലക്കൂട്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇത് തീരുമ്പം ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഈ മുട്ട കറി വെക്കുന്നതിൽ മസാലകളില്ലേ, അത് നമ്മൾ ഈ ഉള്ളിയുടെ ഇട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു പച്ച മണമൊക്കെ പോയിട്ട് നല്ലൊരു രുചി കിട്ടത്തുള്ളൂ.
ട്രിവാൻഡ്രത്ത് എല്ലാവരും പച്ചക്കാണ് കേട്ടോ ഇടുന്നത്. ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എറണാകുളത്ത് കൊച്ചിയിൽ എല്ലാവരും വറുത്തിട്ടേ ചെയ്യാറുള്ളൂ. അപ്പം ഞാനിവിടെ വന്ന് പഠിച്ചതാണ്. അപ്പം ഞാൻ 1 സ്പൂണിട്ട് മല്ലിപ്പൊടി 2 സ്പൂണിട്ട്. അപ്പം മുളക് പൊടി 1 സ്പൂണ് മതി. ഒരുപാട് എരിവ് വേണ്ട, അതിൻ്റെ രുചി അങ്ങ് നഷ്ടപ്പെടും. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് ഇതിനെ അങ്ങോട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഈ ചൂടുവെള്ളം, ചൂടാക്കി വെച്ചിരിക്കുന്ന ചൂടുവെള്ളം നമ്മൾ അതിലോട്ട് ഒഴിച്ച് തിളപ്പിക്കുക. ചെറിയ തീയിൽ തിളപ്പിക്കുക. ഈ ഉള്ളിക്കറി വേഗം നിസ്സാരം പെട്ടെന്ന് വെക്കുന്നവരുണ്ട്. പതുക്കെ വെക്കാനേ പറ്റുള്ളൂ. കാരണം അത് രുചി കൂടുതൽ വേണമെങ്കിൽ ഉള്ളി നല്ലതുപോലെ വെന്ത് തന്നെ അതിലലിഞ്ഞ് ചേരണം. എന്നാൽ മാത്രമേ ഉള്ളി മുട്ടക്കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് മുട്ടക്കറി വയ്ക്കുന്നവരുണ്ട്. കനത്തിനരിഞ്ഞിട്ട് വെള്ളം കാച്ചിട്ടുണ്ടാകുന്നുണ്ട്. ആ മുട്ടക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, പച്ച ചവയ്ക്കും. അപ്പം ഞാൻ ആ പഴയ മുട്ടക്കറിയും അപ്പവും കഴിക്കാൻ മോഹമുണ്ടായി. അപ്പോൾ അതിനായിട്ട് അടുത്ത് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം അതിലോട്ട് കിട്ടും. ഓക്കെ, ഇപ്പം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കേണ്ട മസാലകളൊക്കെ നമ്മൾ ചേർത്തിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിനെ നമ്മൾ അങ്ങോട്ട് വീട്ടുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചു. ഓക്കെ, ഇനി എരിവ് പോരാന്നുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാകും. നല്ല കുഴഞ്ഞ പരുവത്തിലായി കിടക്കുന്നുണ്ട്. ഇതിങ്ങി തിളച്ച് പരുവായി വരുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള മുട്ടക്കറി ആയിത്തീരുന്നതാണ്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഗരം മസാല ഇട്ടിട്ടില്ല, ഇത്രയും ഗരം മസാലയും കൂടി ഓക്കെ ഇട്ടു. ഗരം മസാല ഇവിടെ ഇട്ടു. ഇനി അടുത്ത് നമ്മൾ മുട്ട ഇട്ടല്ല, 3 മുട്ട അതിലോട്ടിട്ടു. അവിടെ കിടന്ന് തിളയ്ക്കട്ടെ, തിളച്ചൊരു പരുവാവട്ടെ. കണ്ടല്ലോ, ഇതിനെ ഒരു അടപ്പ് പാത്രം എടുത്ത് അടയ്ക്കണം. എരിവ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇതിനൊരു അടപ്പ് പാത്രമാണ് ഞാൻ അപ്പം ഉണ്ടാക്കിയ പാത്രത്തിൻ്റെ അടപ്പ്. ഉപ്പ് ഇട്ടല്ലോ, ഞാൻ ഉപ്പിട്ട്. പിന്നെ ഇതിന് അവസാനമായിട്ട് നമ്മളൊരു കാര്യം കൂടി ചേർക്കണം, ഇച്ചിരി പഞ്ചസാര ഇത്തിരി ഇട്ട് കൊടുത്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ രുചിയുള്ള സിപ്റ്റ് ചെറിയ മധുരമുള്ള അപ്പത്തിനോട് കഴിക്കാൻ പറ്റുന്ന മുട്ടക്കറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പം സമയം ഇവിടെ ഏകദേശം 8:30 മണിയോളമായി. കറക്റ്റ് ഫുഡ് കഴിക്കണം. എനിക്ക് അൾസറൊക്കെ വന്നു. കറക്റ്റ് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല. സൂര്യൻ വന്നു. അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല. ഇന്ന് മഴയൊന്നും ഉള്ള പോലില്ല കേട്ടോ. സൂര്യനൊക്കെ വന്നിട്ടുണ്ട്, കണ്ടോ? അവിടുന്ന് സൂര്യൻ വന്നിട്ടുണ്ട്, കണ്ടോ ഗൈസ്? ഞാൻ രാവിലെ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ടാണ് പൂവൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കണം. ക്ഷേത്രത്തിലെ കാര്യത്തിന് വേണ്ടിയിട്ട്. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ. അപ്പോൾ ദൈവഭക്തിയാണ് ഞാൻ കൂടുതൽ. ഓക്കെ, പച്ചക്കറിയൊന്നുമില്ല ഗൈസ്. പച്ചക്കറിയൊക്കെ മേടിക്കാൻ കിടക്കണം. എത്ര കാശ് ചിലവാക്കിയാലും ഇവിടെ തികയുന്നില്ല. ഞാനെന്ത് ചെയ്യണ്ട? ചിലവാണ് ഗൈസ്, ചിലവ്. ഇന്നലെയും കൊണ്ട് എത്ര ചിലവാക്കി? 1400 രൂപ ഇന്നലെയും കൊണ്ട് ചിലവാക്കി. എന്നിട്ടോ ഇനിയും പച്ചക്കറി ആയിട്ടില്ല. ഇനി പച്ചക്കറി വാങ്ങണം. ഓക്കെ, മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പം തിന്നുന്നത് കാണിക്കാം. ഓക്കെ, ഇത് എൻ്റെ കട്ടിൽ പൂത്തുലഞ്ഞ് സ്ട്രൈറ്റായിട്ട് ഞാൻ ഇരിപ്പുണ്ട്. എല്ലാ വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് കിടക്കുകയാണ്. എൻ്റെ കട്ടിൽ നീലമയമായി കിടക്കുകയാണ്. ഓക്കെ, ഈ പേടിക്കണ്ട,
പേച്ച് വർക്കൊക്കെ നടത്തി നന്നായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ അനുസരണ മരുന്ന് കഴിക്കുകയാണ്. കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഇതാണ് കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. ഇത് കഴിച്ചാൽ ഭയങ്കരണ്ടൊരു വിശപ്പാണ് കേട്ടോ. ഇത്രയും കഴിക്കണം ഭയങ്കര പാടാ. ഓഹോ അപ്പോൾ മുട്ടക്കറി അവിടെ ഇരുന്നുകൊണ്ട് കുറുമയാകട്ടെ. അപ്പോഴത്തേക്ക് ഞാനിവിടെ ഫാനിട്ട് ഒന്ന് കിടക്കാം. എന്താ മുട്ടക്കറി നോക്കിക്കോളൂ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഗൈസ്? മഴയുണ്ടോ അവിടെ നിങ്ങളുടെ നാട്ടിൽ? പറയും മുത്തുകളെ, മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ നമുക്ക് മുട്ടക്കറി ഭാഗമായിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ശരിയായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അപ്പം എടുക്കുകയാണ്. അപ്പം ഗസ്റ്റിന് 3 അപ്പം എടുക്കുകയാണ്. ഓക്കെ, നിങ്ങളെല്ലാം മാറണോ? അപ്പോൾ എൻ്റെ മുട്ടക്കുറുമ അടുപ്പിൽ കിടന്ന് ഇങ്ങനെ നല്ല കുഴമ്പ് രൂപത്തിൽ ആവുകയാണ്. ഓക്കെ, നമ്മൾ കുറച്ച് നമ്മളിനി ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പോൾ ഇത് കൊടുക്കുകയാണ്. അടുത്ത രണ്ടാമതിന് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കഴിക്കാൻ ഞാനൊരു 2 എണ്ണം എടുക്കണുള്ളൂ. ഓക്കെ, ഇങ്ങനെ എണ്ണ ഉണ്ടാക്കി രാത്രി 9 മണിക്ക് ശേഷം ഉണ്ടാക്കിയ ഇലയുടെയാണ്. കഴിക്കണമെന്ന് തോന്നി ഉണ്ടാക്കിയതാണ് കേട്ടോ ഗൈസ്. ഇവിടെ അങ്ങനെ നിയന്ത്രണമൊന്നുമായിട്ട് കഴിക്കണമെന്ന് തോന്നി അപ്പം ഉണ്ടാക്കി കഴിക്കും. അങ്ങനെയുള്ള ഒരിതാണ്. നാളേക്കെന്ന് വെച്ച് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പം എനിക്കും ഒരു മുട്ട കറി എടുത്തു. ഓക്കെ, കണ്ടല്ലോ, ഇതാണ് എൻ്റെ ഒരു ചൂടാകുന്ന ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാനൊന്ന് രുചിച്ച് നോക്കട്ടെ. ആദ്യം നിങ്ങൾക്ക് ആ പഴയ രുചിയുണ്ടല്ലോ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല വെളുത്തുള്ളിയൊക്കെ ഇട്ടതാണ്, അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ.